ഹലോ, രാവിലെ തന്നെ നമ്മൾ ഇന്നലെ വൃത്തിയാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞളെല്ലാം കൂടി എടുത്തൊരു സൈഡിൽ തട്ടിയിട്ടു. എന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് വീട്ടിൽ തന്നെ നമ്മൾ നട്ടുണ്ടാക്കിയ മഞ്ഞളാണ് കേട്ടോ. ഇതിനി നമ്മൾ മഞ്ഞളിൻ്റെ ആ ഒരു മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ പുഴുങ്ങാൻ വെക്കുകയാണ് ചെയ്യുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പുഴുങ്ങാൻ വെക്കും. നന്നായിട്ട് അടുപ്പ് കത്തിക്കുകയും ചെയ്യും. രാവിലെ വെച്ചാൽ വൈകുന്നേരം എടുക്കും, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. സമയം കൃത്യമായിട്ട് എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെ മഞ്ഞൾ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വയ്ക്കും. പിന്നെ ദിവസങ്ങളോളം വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മളിത് പൊടിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. മഞ്ഞൾ നമ്മൾ ഇതുപോലെ നട്ടുണ്ടാക്കും. അതുപോലെ തന്നെ ഇഞ്ചി, ചെറിയ ചെറിയ നമ്മുടെ അടുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ നട്ട് ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക്, വറ്റൽ മുളക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴുകി വെയിലത്തിട്ട് നന്നായി ഉണക്കിയിട്ട് പൊടിക്കാൻ കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ നമ്മൾ പച്ചക്കറി എടുത്ത തടത്തിൽ നനയ്ക്കുന്നതാണ് കാണുന്നത്. ഇതൊക്കെ വെള്ളരിയുടെ വിത്തുകൾ പൊടിപ്പിച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ചീരയും കൂടെ ഉണ്ട്. സാധാരണ നമ്മുടെ ആ തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതൊക്കെ വിത്തിട്ട് മുളപ്പിച്ചത് നടേണ്ടതാണ്. ഇപ്രാവശ്യം നമ്മൾ നല്ല ലേറ്റായി. അതുപോലെ തന്നെ കൊത്തിയിട്ട കണ്ടത്തിൽ വെള്ളവും കയറുന്നുണ്ടായിരുന്നു പുഴയിൽ നിന്ന്. പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചു, വിളക്ക് കത്തിച്ചു. അപ്പോഴേക്കും ബാങ്ക് വിളിച്ചു. നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. നേരത്തെ തന്നെ ലൈം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈത്തപ്പഴവും ഒരു കാരക്കയും എടുത്ത് കഴിച്ചു. എനിക്ക് ഈത്തപ്പഴം ഒത്തിരി തിന്നാൻ പറ്റത്തില്ല. പിന്നെ കാരക്കയും എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല, പക്ഷെ നമുക്കിത് കമ്പൽസറി ആണല്ലോ. അതിൻ്റെ കൂടെ തണ്ണിമത്തനും ഉണ്ടായിരുന്നു, അത് നിർബന്ധമാണ് എനിക്ക്. കാരണം ഇതൊക്കെ കഴിക്കുമ്പോഴേക്കും ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് കിട്ടും. ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുമ്പോഴേക്കും അമ്മ വന്നു. അമ്മയുടെ നോമ്പുതുറ കിറ്റിൽ ഇറച്ചിപ്പത്തിരിയും 2 ഉന്നക്കായയും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാനായിട്ട് മുട്ട ബിരിയാണി ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ കഴിയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.